ഹലോ. അപ്പോൾ ദേ സുധിച്ചേട്ടൻ എന്നല്ല മീനക്കുട്ടിക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കടലപ്പൊടിയും തക്കാളി നീരൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുഖത്ത് അങ്ങോട്ട് പരട്ടിയിട്ട് പണി അങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടോ. ഇന്ന് രാവിലെ തന്നെ കുറച്ച് വൈകിപ്പോയി എണീക്കാനായിട്ട്, കാരണം ഇന്നലെ കുറച്ച് വൈകിയാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിതേ ഇന്ന് നൂലപ്പം കുറുമക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂലപ്പത്തിന് കുഴയ്ക്കാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നൂലപ്പമുണ്ട്, കാരണം എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റും അത് തന്നെയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ ഇതേ കുഴച്ച് നൂലപ്പം ഉണ്ടാക്കുകയാണ്. നൂലപ്പം എനിക്ക് ആദ്യം ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഇതേ കുറുമക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറുമക്കറി മീൻസ് കുറച്ച് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചിട്ട് അതങ്ങോട്ട് മുളകിട്ട് താളിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, അധികം മസാല ഒന്നും ഇടാണ്ട് നല്ല ടേസ്റ്റാണ് ഈ സംഭവം തിന്നാനായിട്ട്. കൂട്ടത്തിൽ ഞാൻ കുക്കറിൽ ഇതേ ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു മുട്ട പുഴുങ്ങിയതും നൂലപ്പവും കുറുമക്കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി പിടി പിടിച്ചോട്ടെ. സുച്ചേട്ടനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ സമാധാനമായിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക.